നമുക്ക് ഇന്ന് നോക്കാനുള്ളത് FDD ആണ്. FDD എന്ന് പറയുന്നതും ഒരു അജൈൽ പ്രോസസ് മോഡലാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ 4ാമത്തെ ടൈപ്പാണ് FDD എന്ന് പറയുന്ന അജൈൽ പ്രോസസ് മോഡലാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെൻ്റ് ആണ്. പേര് പോലെ തന്നെ ആവശ്യാനുസരണം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യലാണ് FDD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെൻറ്റ്. അത് ഈ ഒരു മെത്തേഡ് കൺസീവ് ചെയ്തത് പീറ്റർ കോഡാണ്. പീറ്റർ കോഡ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം കൂടിയാണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. അതൊരു പ്രാക്ടിക്കൽ വർക്കായിട്ട് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മോഡലായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. പ്രോസസ് മോഡൽ ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് FDD. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് പീറ്റർ കോഡും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും കൂടിയാണ്. പിന്നെ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തത് സ്റ്റീഫൻ പാൽമറും ജോൺ ഫെൽസിങ്ങുമാണ്. കോഡ്സിൻ്റെ വർക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തത്. പീറ്റർ കോഡാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പീറ്റർ കോഡിൻ്റെ വർക്ക് ഇമ്പ്രൂവ് ചെയ്തത് സ്റ്റീഫൻ പാൽമറും ജോൺ ഫെൽസിങ്ങുമാണ്. അല്ലാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് മെയിനായിട്ടും അജൈൽ പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മോഡലിനെ സംബന്ധിച്ചിട്ട് നിലനിൽപ്പിനായിട്ടുള്ളൊരു മോഡലാണ് അജൈൽ പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ. കാരണം ട്രഡീഷണലായ മോഡലുകളെല്ലാം തന്നെ പുറന്തള്ളപ്പെടുമ്പോൾ മറ്റ് ഈ മോഡലുകൾ നിലനിൽക്കുന്നത് അത് അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ്. അഡാപ്റ്റീവ്, ഡിസ്ക്രൈബിങ് ആൻഡ് അഡാപ്റ്റീവ്, അതായത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യലാണ്. അപ്പോൾ നമുക്കറിയാം അജൈൽ പ്രോസസ് മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഫിലോസഫിക്കൽ അപ്രോച്ചും ഗൈഡ് ലൈൻസുമാണ്. ഈ രണ്ട് മെത്തേഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഒരു മോഡൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് വർക്ക് നിലനിൽക്കുന്നത്. അജൈൽ പ്രോസസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു മോഡേർലി സൈസ് ആൻഡ് ലാർജ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ്. അജൈൽ പ്രോസസ് മോഡലിൽ മോഡറേറ്റ്ലി സൈസ്ഡായ കുറച്ച് വലിയ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ലാർജ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് FDD എന്ന് പറയുന്നത്. FDDയിൽ അഡോപ്റ്റ് ചെയ്യുന്ന 2 തരം അപ്രോച്ച്, ഒന്ന് ഫിലോസഫിക്കൽ അപ്രോച്ചുണ്ട്, പിന്നെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അപ്രോച്ച്. 2 തരത്തിലുള്ള അപ്രോച്ചുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫിലോസഫിക്കലായ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ പ്രോസസ് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ഫിലോസഫിക്കൽ അപ്രോച്ച് അതിന് എന്തായാലും ഉണ്ടായിരിക്കും. ആ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് എംഫസൈസസ് കൊളാബറേഷൻ എമംഗ് പീപ്പിൾ ഓൺ ആൻഡ് FDD ടീമാണ്. അതായത് ടീം ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെൻറ്റിലെ ആ ടീമുകൾ തമ്മിലുള്ള ആ കൊളാബറേഷൻ അതൊരു വലിയൊരു ഇതാണ്. നമുക്ക് ഏതൊരു ടീമിലായാലും കൊളാബറേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഒരു വർക്കും പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ഫിലോസഫിയാണ്. രണ്ടാമത്തേത് മാനേജേഴ്സ് പ്രോബ്ലം ആൻഡ് പ്രൊജക്റ്റ് കോംപ്ലക്സിറ്റി യൂസിങ് ഫീച്ചർ ബേസ്ഡ് ഡീകമ്പോസിഷൻ. പ്രൊജക്റ്റിൻ്റെ കോംപ്ലക്സിറ്റിയും അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ പ്രശ്നങ്ങളും മാനേജ് ചെയ്യാൻ അത് ഫീച്ചർ ബേസ്ഡ് ഡീകമ്പോസിഷൻ, അതായത് നമുക്ക് ആവശ്യാനുസരണം അതിനെ ചെറുതാക്കി ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും കൊടുത്ത് അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതുമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനനുസരിച്ചിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. അത് ഇൻ്റഗ്രേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതായത് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത് ഇതിൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഇൻക്രിമെൻറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് മെത്തേഡാണ് പറഞ്ഞത്. പ്രോബ്ലവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡീകമ്പോസിഷൻ, അതായത് ഒരു വലിയൊരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യും, ചെറുതാക്കി പലതായി ഡിവൈഡ് ചെയ്ത് പലരായിട്ട് അത് സോൾവ് ചെയ്ത് അതിൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ പ്രശ്നങ്ങൾ സിമ്പിളായിട്ടും സോൾവ് ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ അതൊരാൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതൊരിക്കലും ഫിലോസഫിക്കൽ അപ്രോച്ച് അല്ല. ഒരാളെ കൊണ്ടത് മുഴുവനായിട്ട് എങ്ങനെയെങ്കിലും തീർക്കൽ എന്നുള്ളതൊരു ഫിലോസഫിക്കൽ അപ്രോച്ച് അല്ല. ശരിയായ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ് ഒരു പ്രൊജക്റ്റിൻ്റെ വിജയം. കമ്മ്യൂണിക്കേഷൻ ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽ യൂസിങ് വെർബൽ, ഗ്രാഫിക്കൽ ആൻഡ് ടെക്സ്റ്റ് ബേസ്ഡ് മീൻസ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ, ടെക്നിക്കലായ വിവരങ്ങൾ, അത് ഏത് രീതിയിലും ആവാം. അത് സംസാരത്തിൽ വായ കൊണ്ട് പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ചിത്രം വരച്ച് കാണിച്ചിട്ടാവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് എഴുതി കാണിച്ചിട്ടാവാം. നമുക്കിങ്ങനെയാണ് ഈ വർക്ക് എന്ന് പറയുന്നത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം,
അതൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് വരച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ എഴുതിയിട്ട് സംഭവം ഇതാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഏത് രീതിയിൽ നമുക്കത് മനസ്സിലാക്കി തരാം, അതും ഒരു ഫിലോസഫിക്കലായ കാര്യമാണ്. മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി അഷുറൻസ് എംഫസൈസ് ചെയ്യാനുള്ളതാണ്. അതായത് ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി ആക്ടിവിറ്റീസ് ബൈ എൻകറേജിങ് ആൻഡ് ഇൻക്രിമെൻ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. അതായത് ഇൻക്രിമെൻറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള എൻകറേജ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക. കാരണം ഓരോ ഇൻക്രിമെൻറ്റിലും ഓരോ ഫീച്ചർ അല്ലെങ്കിൽ ഓരോ വ്യത്യാസങ്ങളുണ്ടാവും. അതെപ്പോഴും എന്താണ്, നല്ല നല്ല വ്യത്യാസങ്ങളാണ്. നല്ല ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും, ഒരു ഫീച്ചർ ആഡ് ചെയ്യാനായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻക്രിമെൻ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എൻകറേജ് ചെയ്യുക. ദ യൂസ് ഓഫ് ഡിസൈൻ ആൻഡ് കോഡ് ഇൻസ്പെക്ഷൻ. The application of software quality assurance audits the collection of matrices, the use of patterns. അതായത് ദ യൂസ് ഓഫ് ഡിസൈൻ ആൻഡ് കോഡ് ഇൻസ്പെക്ഷൻ. ഡിസൈന്, പിന്നെ കോഡ് ഇൻസ്പെക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഭാഗങ്ങളിൽ പറയാനുണ്ട്. കോഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ കോഡിനെ ചെക്ക് ചെയ്യുന്ന രീതിയാണ് കോഡ് ഇൻസ്പെക്ഷൻ. ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ സേവ് ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് കളക്ഷൻ ഓഫ് മെട്രിസസ് എന്ന് പറയുന്നതും പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാൻ കഴിയും. ദ FTD approach defines 5 collaborating framework activities. നമുക്കറിയാം ഈ ഒരു മെത്തേഡിൽ പറയുന്നത് തന്നെ കൊളാബറേഷനാണ്, FTD ടീമുകൾ തമ്മിലുള്ള കൊളാബറേഷനാണ് പറയുന്നത്. ഇതിൽ 5 ആക്ടിവിറ്റീസ് പറയുന്നത് കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസാണ്. 5 ഉള്ളത്. 5 പറയുന്ന പേരാണ് പ്രോസസ്സസ് എന്ന് പറയുന്നത്. ആ 5 പ്രോസസ്സസ് എന്ന് പറയുന്നത്, ഒന്ന് ഡെവലപ്പ് ആൻഡ് ഓവറോൾ മോഡലാണ്. സെക്കൻഡ് വൺ ബിൽഡ് എ ഫീച്ചേഴ്സ് ലിസ്റ്റ്. തേർഡ് വൺ പ്ലാൻ ബൈ ഫീച്ചർ, ഡിസൈൻ ബൈ ഫീച്ചർ, ബിൽഡ് ബൈ ഫീച്ചർ. ആ ഒരു പേര് പോലെ തന്നെ ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെൻറ്റ് പോലെ തന്നെ ഡെവലപ്പ് ആൻഡ് ഓവറോൾ മോഡൽ. അതായത് ഒരു എങ്ങനെയാണ് ആ മോഡൽ എന്നുള്ളത് ഓവറോൾ ആയിട്ടുള്ളൊരു പിക്ചർ ഡെവലപ്പ് ചെയ്യുക. ബിൽഡ് എ ഫീച്ചേഴ്സ് ലിസ്റ്റ്, ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് ഗ്രൗണ്ടഡ് ഇൻ ടു സെറ്റ്സ് ആൻഡ് സബ്ജക്റ്റ് ഏരിയ. ആ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കിൻ്റെയോട് ബന്ധപ്പെട്ട അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പ്ലാൻ ബൈ ഫീച്ചർ, ഡെവലപ്മെൻറ്റ് പ്ലാൻ, ക്ലാസ് ഓണർ, ഫീച്ചർ സെറ്റ് ഓണേഴ്സ്. അതായത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വേണ്ടതെന്നുള്ളത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, പിന്നെ അത് ഡിസൈൻ ചെയ്യുക, പിന്നെ അത് കൺസ്ട്രക്റ്റ് ചെയ്യുക. അതായത് പ്ലാൻ ബൈ ഫീച്ചർ, ഡിസൈൻ ബൈ ഫീച്ചർ, ബിൽഡ് ബൈ ഫീച്ചർ. അതാണ് പറയുന്നത്. അതോടുകൂടി ബിൽഡോടുകൂടി അത് വർക്ക് കംപ്ലീറ്റ് ആവണം. കംപ്ലീറ്റഡ് ക്ലയൻറ്റ് വാല്യൂ ഫങ്ഷൻ. ഇതാണ് പറയുന്ന 5 കൊളാബറേഷൻസ്. FTD provides greater emphasis on project management guidelines and techniques that many other agile methods. As projects grow in size and complexity, ad hoc project management is often inadequate. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. FTD എന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സിറ്റി കൂടിയ അല്ലെങ്കിൽ സൈസ് കൂടിയ പ്രൊജക്റ്റിനെ സിംപ്ലിസൈസ് ചെയ്ത് നല്ലൊരു രീതിയിലുള്ള ഇൻക്രിമെൻ്റ് ഡെവലപ്പ് ചെയ്യലാണ്. ഈ FTDയിൽ മെയിനായിട്ടും 6 മൈൽ സ്റ്റോൺസ് ആണ്. 6 മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള 2 സ്റ്റേജിൽ പെടുന്ന ഈ 2 സ്റ്റേജാണ് ഡിസൈനും ഇംപ്ലിമെൻറ്റും. ഈ ഇതിൽ പെടുന്ന 6 മൈൽ സ്റ്റോൺ. അതിനുള്ളിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഡിസൈൻ വാക്ക് ത്രൂ, ഡിസൈൻ ഇൻസ്പെക്ഷൻ, കോഡ് ഇൻസ്പെക്ഷൻ, പ്രൊമോട്ട് ടു ബിൽഡ്. ഇങ്ങനെ 6 മൈൽ സ്റ്റോൺസ് ആണ്. 6 മൈൽ സ്റ്റോൺസ് ആണ് അറിയപ്പെടുന്നത്. ഈ 6 ക്വാളിറ്റി കൊണ്ടാണ് നമ്മുടെ ആ ഒരു വർക്ക് നിലനിൽക്കുന്നത്. കാരണം 2 സ്റ്റേജാണ് ഡിസൈനും ഇംപ്ലിമെൻറ്റേഷൻ. ആ 2 സ്റ്റേജിലാണ് ഇത്രയും സ്റ്റേജുകൾ പറയുന്നത്. അതിന് പറയുന്നത് 6 മൈൽ സ്റ്റോൺസ്. ഡിസൈൻ വാക്ക് ത്രൂ, അതായത് ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത്, അതിൻ്റെ പോക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഡിസൈൻ വാക്ക് ത്രൂ. ഈ ഡിസൈൻ വാക്ക് ത്രൂ ഈ എല്ലാ സ്റ്റേജുകളും നമുക്ക് വേറെ സ്ഥലത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്നും മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഡിസൈൻ വാക്ക് ത്രൂ, പിന്നെ ഡിസൈൻ തന്നെ ഡിസൈൻ ഇൻസ്പെക്ട് ചെയ്ത് ഡിസൈൻ ചെക്ക് ചെയ്യുന്നത്, കോഡ് ജനറേറ്റ് ചെയ്യുന്നത്, കോഡ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്, പിന്നെ ബിൽഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്രയും 6 കാര്യങ്ങളാണ് ഉള്ളത്. ഇതാണ് 6 മൈൽ സ്റ്റോൺസ് എന്നറിയപ്പെടുന്നത്. ഇത്രയാണ് FTD പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.